ലോക നാടക ദിനത്തിൽ ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന നാടകം ആശാരിക്കുന്നിലെ തമ്പുരാൻ. രചന പി സെയ്ദ് ഷെയ്ഖ് കോയ. സംവിധാനം റൂബി ബാബു. ശബ്ദം നൽകുന്നവർ മുഹമ്മദ് നിഷാം, ഹലീമ ബീഗം കടപ്പുറത്തിയില്ലം, ബിജു പുത്തൂർ, ഫസ്ലീന ബീഗം ഉമ്പിയപുര, നസീബുദ്ദീൻ BP, റോജിത് PK, അക്ബർ MK, ഷെഹനാസ് ബീഗം CP, ബീബി സമിയ, റംസീന ബീഗം, നസീർ KP. ആശാരിക്കുന്നിലെ തമ്പുരാൻ. Sir, may I come in, sir? Yes, come in, please. Sir, എന്നു കാഞ്ഞ വരുവാൻ ചൊല്ലേ നാങ്ങിന്ന് ലീവാഞ്ഞില്ലേ സാറേ? ആ പിടിയുണ്ട്. ഒരു അത്യാവശ്യം പന്നാലയിൽ വിളിപ്പിച്ചേ. അത് കഴിഞ്ഞിച്ചും പോയിക്കോ. ഉള്ളാ എന്നാ സാറേ? ഇന്നത്തെ കപ്പല് 10-100 ചില്ലാനും ടൂറിസ്റ്റ് തന്നെ പിടിയുണ്ടല്ലേ? ആ സാറേ. അവയെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടും ഫിഷറീസ് മ്യൂസിയം കാണാൻ പോയിന്. ഉള്ളാ അത് കഴിഞ്ഞിച്ചും അവ സ്നോർക്ലിങ്ങിനും ഡൈവിങ്ങിനും പോകും. ആ പിന്നെ വേറെ പ്രശ്നം എങ്ങനെ സാറേ? പ്രശ്നമുണ്ടല്ലോ, അതുകൊണ്ടല്ലേ ബഷീറിനെ വിളിപ്പിച്ചത്. ആ ഗസ്റ്റുമാരെല്ലാം പോയിട്ടും ഒരു ഗസ്റ്റ് മാത്രം പോകാതെ റൂമിനുള്ള അച്ഛന്. അതാര്? തലമുടിയെല്ലാം നരച്ച ഒരു വയസ്സായ പെൺ, പേര് സുഭദ്ര. പഴയ തമ്പുരാട്ടി പോലും. ഉള്ളാ തമ്പുരാട്ടിക്ക് പോലും ഇവിടെയുള്ള ഒരാളെ കാണണം, പിന്നെ ഒരു സ്ഥലം കാണാനും പോകണം പോലും. ഇതും കണ്ടും ബഷീറിനെ വിളിപ്പിച്ച്. അതിനും ഇവിടെ സുഹറ ഉണ്ടാഞ്ഞല്ലോ സാറേ. നാക്ക് കൈയായി ഫിരാന്തനും കൂട്ടി നിപ്പാ. നാം പൂണ്ടിയേ. ആ സാറേ, എന്തെങ്കിലും കാട്ട് സാറ് ചൊല്ലു. അപ്പൊക്ക് ആരാ കാണേണ്ടതാരെ? ഏത് സ്ഥലം പോലോ കാണേണ്ടത്? അതാണ് തമാശ. തമ്പുരാട്ടിക്ക് പോലോ കവരത്തിയുള്ള കുലഞ്ഞിയോടെ അഹമ്മദ് എന്ന ആളെ കാണണം, പിന്നെ ഇവിടെയുള്ള ആശാരിക്കുന്നെന്ന് ചൊല്ലേണ്ട കുന്നും കാണണം പോലും. ഇതുപോലെ അതിശയല്ലോ. ഇതും വേണ്ടിക്ക് മാത്രം പോലും തമ്പുരാട്ടി ഇവിടേക്ക് വന്നത്. വേറെ എവിടേക്കും പോകാനോ കാണാനോ ഇല്ല പോലും. എന്നാ സർവീസിനിടക്ക് ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് ഇത് ആദ്യം വേണ്ടത്. ബഷീർക്ക് നാട്ടുകാരെല്ലാം പിടിയുള്ള ആളില്ലേ? ആ പെണ്ണിനെ ഒന്ന് സഹായിച്ചു കൊടു. ആയിക്കോട്ടെ സാറേ, ഏങ്ങില്ല. റൂം നമ്പർ എത്ര? റൂം നമ്പർ 17. ശരി സാറേ, ഏം പ്രശ്നമില്ല, ഇത് ഞാൻ ഡീൽ ചെയ്തോളൂ. അപ്പൊ എല്ലാം ബഷീറിനെ ഏൽപ്പിച്ചിന് ഇടക്ക് വിളി. ശരി ശരി. ആ ശരി. ആരാണ്? സുഭദ്ര മാഡം അല്ലേ? അതെ, നിങ്ങൾ ആരാണെന്ന് പറഞ്ഞില്ല. മാഡം, എൻ്റെ പേര് ബഷീർ. ഞാൻ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു ടൂറിസ്റ്റ് ഗൈഡാണ്. മാഡത്തിന് ആരെയോ കാണണമെന്നോ എവിടെയോ പോകണമെന്നോ ഒക്കെ മാനേജർ സാർ പറഞ്ഞു. അതെ അതെ, എനിക്ക് നിങ്ങളുടെ ദീപകാരനായ കുലഞ്ഞോട് അഹമ്മദ് എന്നൊരാളെ കാണണം, പിന്നെ ആശാരിക്കുന്നെന്ന സ്ഥലവും. ആണോ? മാഡം ഈ പറഞ്ഞ കുലഞ്ഞിയോട് അഹമ്മദ് മരിച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് 10-15 വർഷങ്ങൾ കഴിഞ്ഞു. മാനേജർ പറഞ്ഞതനുസരിച്ച് ഞാൻ ബാപ്പക്ക് ഫോൺ ചെയ്തിരുന്നു. അപ്പോഴാണ് ഈ വിവരം കിട്ടിയത്. എന്റെ ഈശ്വര, അദ്ദേഹം ഇല്ലേ? ഞാനിനി മാഡത്തിന് അദ്ദേഹത്തെ എങ്ങനെയാ പരിചയം? അത് പിന്നെ മാഡം കാണാൻ ആഗ്രഹിക്കുന്ന ആ സ്ഥലം, ഈ ആശാരിക്കുന്ന്, അത് കവരത്തിയിലെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നുമല്ല. അതൊരു സാധാരണ മൊട്ടക്കുന്നാണ്. ആൾതാമസമൊന്നും ഇല്ലാത്ത
ചെറിയൊരു കുറ്റിക്കാട്ടിനുള്ളിലാണ് ആ കുന്നുള്ളത്. ഇവിടെ ഇപ്പോൾ ഉള്ള പ്രത്യേകിച്ച് പുതിയ തലമുറക്കൊന്നും ആ കുന്നിനെക്കുറിച്ച് അറിയില്ല. അവിടെ പോയി വെറുതെ സമയം കളയുന്നതിലും നല്ലത് മാഡം ആ ലൈറ്റ് ഹൗസോ മ്യൂസിയമോ ഒക്കെ പോയി കാണുന്നതാണ്. മതി, കൂടുതലൊന്നും പറയണമെന്നില്ല. എത്രയും വേഗം നിങ്ങൾ എന്നെ ആ കുന്നിലെത്തിക്കുക. എന്താ, പറ്റില്ലേ? ശരി ശരി ശരി, വരൂ, എൻ്റെ സ്കൂട്ടറിൽ ഏതായാലും പോവാം. ഉം. മാഡം, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? ദേഷ്യപ്പെടുമോ? ഇല്ല, പറഞ്ഞോളൂ. കുന്ന് കണ്ടതിന് ശേഷം ഈ ലക്ഷദ്വീപിൻ്റെ ഭംഗി ആസ്വദിച്ച ശേഷമേ മാഡം ഇവിടുന്ന് മടങ്ങാവൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ലക്ഷദ്വീപ് എന്നാൽ ശരിക്ക് വെറൊരു മണ്ണ് മാത്രമല്ല, അത് ഈ കടലിനടുവിൽ വിരിഞ്ഞു നിൽക്കുന്ന 36 പവിഴപ്പൂക്കളാണ്, 36 കൊച്ചു ദ്വീപുകൾ. പക്ഷേ അതിൽ നമ്മളെപ്പോലത്തെ മനുഷ്യർ താമസിക്കുന്നത് വെറും 10 ദ്വീപുകളിൽ മാത്രമാണ്. ബാക്കിയുള്ളവ പ്രകൃതിയുടെ മാത്രം സ്വന്തം ഇടങ്ങൾ. ഈ കടൽ പക്ഷികൾക്കും ആമകൾക്കും ഒക്കെ വിഹരിക്കാൻ വേണ്ടി. നമ്മൾ ഈ കാണുന്ന കവരത്തിയാണല്ലോ ഞങ്ങളുടെ തലസ്ഥാനം. പവിഴപ്പുറ്റുകൾ നിറഞ്ഞ ഇവിടുത്തെ ഈ തടാകം കണ്ടോ? ഇതിൻ്റെ അത്രയും ഭംഗിയുള്ള മറ്റൊന്ന് ലോകത്ത് വേറെ എവിടെ ഉണ്ടാകും? മാഡം, ആ പാട്ട് കേൾക്കുന്നില്ലേ? അതാണ് ഇവിടുത്തെ കാറ്റുവിളിപ്പാട്ട്. ആണോ? ഓരോ ദ്വീപിനും ഓരോരോ പ്രത്യേകതകളുണ്ട്. മാഡത്തിന് അറിയോ? തെങ്ങുകൾ തലയുയർത്തി നിൽക്കുന്ന അഗത്തിയും, മീൻപിടുത്തത്തിന് പേരുകേട്ട മിനിക്കോയും, ഏകാന്തത ഇഷ്ടപ്പെടുന്നവർക്കായി കടൽ മാറ്റിവെച്ച കടമത്തും, ഭംഗിയിൽ മികച്ചു നിൽക്കുന്ന ബംഗാരവും, അങ്ങനെ അങ്ങനെ എത്ര എത്ര കഥകൾ. കടലിൻ്റെ ആഴങ്ങളിൽ ഒളിപ്പിച്ചു വെച്ച നീലവൈരക്കല്ലുകൾ പോലെയാണ് ഈ ദ്വീപുകൾ. കണ്ണാടി പോലെ തെളിഞ്ഞ ഈ വെള്ളത്തിനടിയിൽ വിരിയുന്ന പവിഴക്കാടുകളും അതിനിടയിൽ മിന്നിമറയുന്ന ആയിരക്കണക്കിന് വർണ്ണ മത്സ്യങ്ങളും മാഡം കാണാതെ പോയാൽ ഈ ലക്ഷദ്വീപ് യാത്ര പിന്നെ അപൂർണമായിരിക്കും. ഓരോ യാത്രികനും അതിവിടെ അനുഭവിച്ചറിയുന്നത് ഞങ്ങൾക്ക് തൃപ്തിയും കാണാതെ പോകുന്നത് ഏറെ സങ്കടകരവുമാണ്. എന്റെ കണ്ണുകൾ തേടുന്നതല്ലേ ഞാൻ കാണേണ്ടത്? മാഡം, എനിക്ക് മനസ്സിലായില്ല അല്ലേ? മനസ്സിലാവില്ല. നീ വണ്ടി ഓടിക്ക്. ദേ നമ്മൾ എത്തി മാഡം. അത് ആ കാണുന്നതാണോ ആശാരിക്കുന്ന്? അതെ, അത് തന്നെ. മാധവേട്ടാ, എന്റെ മാധവേട്ടാ, മാധവേട്ടാ. അയ്യോ, ഓടല്ലേ മാഡം, ഓടല്ലേ. നിൽക്ക്. പടച്ചോനെ, അവരാ കുന്നിന്റെ മുകളിലേക്കാണല്ലോ ഓടുന്നത്. മാഡം, പതുക്കെ, തെന്നി താഴെ വീഴൂ. പടച്ചോനെ, ഇവരെന്തൊക്കെയായി കാട്ടുന്നത്? തലയിലൊക്കെ മണ്ണ് വാരി വിതറുന്നല്ലോ. ശരിക്കും സുഹ്റ പറഞ്ഞതുപോലെ വട്ടാണോ ഈ പെണ്ണിന്? മാഡം, മാഡം, മതി, വന്നേ. ഇതെന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? മാഡം, ദേ ബാക്കിയുള്ളവന് പണിയുണ്ടാക്കി വെക്കരുത്. നിങ്ങൾ തിരിച്ചുപോയി എന്താണെന്ന് വെച്ചാൽ കാട്ടിക്കോ. ഇവിടെ പറ്റില്ല. വരാൻ വരാൻ. പെണ്ണെ, എന്നെ മാന്തി പൊളിക്കാതെ. നിങ്ങളെ ഞാൻ എങ്ങനായാലും കൊണ്ടുപോകും. ഇല്ലേൽ എന്റെ പണി പോവും. ഓട്ടോ, ഓട്ടോ നിർത്തിക്കേ. അയ്യോ അയ്യോ, എന്റെ മാധവേട്ട, എന്നെ കൊണ്ടുപോണു. എന്നെ വന്ന ബഷീറേ, എന്നെ വന്ന നിന്നെ കൂടെയുള്ള ഫ്രണ്ടാരില്ല. ഇതാരെ കൂടെയുള്ളത്? ആ, അതൊക്കെ പിന്നെ പറയാം. മാഡം ഇപ്പോ ഈ വണ്ടി കയറിക്കേ. എന്റെ വണ്ടി ഞാൻ പിന്നെ വന്നെടുത്തോളാം.
ബഷീർക്ക ഓ ഇത് എന്നെ റക്ക് റങ്ങണ്ടേ, നിങ്ങൾക്കിന്ന് പോകണ്ടേ? ആ പിന്നെ നിങ്ങൾ റങ്ങണ്ട സമയത്ത് ഒരാൾ വന്നൊരു കവറ് തന്നച്ചും പോയിന്, നിങ്ങൾക്ക് കൊടുത്തക്കേന്ന് ചൊല്ലി. ഉള്ളോ, ഞാൻ കുളഞ്ഞിറങ്ങിപ്പോയി. എന്നിട്ട് ആ ടൂറിസ്റ്റിനെ റൂമിനൊക്കെ വിട്ട് മാനേജർ ഭയങ്കര കാത്തു നിന്ന് പറഞ്ഞേൽപ്പിച്ചും വരുവാൻ ദേശം പാർത്ത്. എന്നാലും വല്ലാത്തൊരു ഫ്രണ്ടാണ്ടേം കിട്ടിയത്. നിങ്ങൾ എന്നെ ഫിച്ചും വെയ്യും പറയണ്ടേ. ആ കവറൊന്ന് തുറന്നു നോക്കിക്കേ, നാക്ക് വേറെ ഫണിയുണ്ട്, ഞാൻ ഫോണ്ട്. അത് ഞാൻ നോക്കിനെ. ഒരു കത്താണല്ലോ. പ്രിയപ്പെട്ട ബഷീർ, ഈ കത്ത് നിങ്ങൾക്ക് കിട്ടുമെന്ന വിശ്വാസത്തിലാണ് എഴുതുന്നത്. എൻ്റെ നഖങ്ങളാലേറ്റ മുറിവിന് ക്ഷമ ചോദിക്കുന്നു. ഇതൊന്നും ആരോടും പറയണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ എൻ്റെ ജീവിതത്തിലെ അനർഘ നിമിഷത്തിന് സാക്ഷ്യം വഹിച്ച് നിങ്ങളോടൊന്നും പറയാതെ പോകുന്നത് ശരിയല്ലെന്ന് തോന്നി. ഞാനൊരു ഭ്രാന്തിയാണെന്ന് കരുതിയിട്ടുണ്ടാവുമല്ലേ? എല്ലാവരും അങ്ങനെ വിചാരിക്കുന്നു. അല്ല, ഞാൻ ഭ്രാന്തിയല്ല. ഞാൻ സുഭദ്ര, മുത്തേടം തറവാട്ടിലെ അനന്തൻ തമ്പുരാന്റെ മകൾ സുഭദ്ര. എന്താ ദിവാകര, പണിയൊന്നും ആയില്ലേ? കുട്ടിയുടെ മംഗലത്തിന്റെ തീയതി അങ്ങ് അടുത്തു. പുതിയ അറയുടെ പണികൾ തീർക്കാൻ കൊണ്ടുവന്ന ആശാരികളോടൊന്ന് ഉത്സാഹിക്കാൻ പറയൂ. എമ്പ്ര, എല്ലാം വേഗത്തിലാക്കാൻ പറഞ്ഞിട്ടുണ്ട്. തെമ്പരാട്ടിയുടെ ആഗ്രഹം അനുസരിച്ച് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അവർ അങ്ങനെ ചെയ്യുകയാണ്. ആ മാധവൻ ആശാരി മിടുക്കനായിട്ടോ. എന്താ കൈവേല! അതെ അച്ഛൻ തമ്പുരാനെ, എന്തു ഭംഗിയാ ഓരോന്ന് ചെയ്യണേന്. എന്റെ മഞ്ചലൊക്കെ ഞാൻ മനസ്സിൽ നിരീച്ച പോലെ തന്നെ മനസ്സ് വായിക്കാനുള്ള സിദ്ധി ഉണ്ടെന്ന് തോന്നണു. ശരി ശരി, എന്തായാലും പെട്ടെന്ന് പണി തീർക്കുക. ഉള്ളത്ര മോടിയൊക്കെ മതി. പറ്റില്ല, മംഗലം ആരെ കഴിക്കണമെന്ന് അച്ഛൻ തമ്പുരാനല്ലേ തീരുമാനിച്ചത്. എന്റെ അറയുടെ കാര്യങ്ങളെങ്കിലും എനിക്ക് തീരുമാനിക്കാലോ. തർക്കുത്തരം തന്നെ തർക്കുത്തരം. അമ്മയില്ലാത്ത കുട്ടിയാണെന്ന് കരുതി കൊഞ്ചിച്ച് വഷളാക്കിയെന്ന് പറഞ്ഞാ മതിയല്ലോ. കുട്ടിയല്ലേ തമ്പുരാ, പിന്നെ കുറച്ചു ദിവസം കൂടിയല്ലേ ഇനി ഈ തറവാട്ടിൽ ഇങ്ങനെ കളിച്ചടക്കാൻ നോക്കൂ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. മാധവേട്ട. സുഭദ്രയോ? എന്താ ഈ രാത്രിയില്? ഈ രാത്രി അല്ലാതെ പിന്നെ എന്ന് മാധവേട്ട? നാളെ പോവില്ലേ തിരിച്ച്? ഏട്ടിനുണ്ടാക്കിയ അറിയിൽ ഞാൻ മറ്റൊരാളുമായി കഴിയണമെന്നാണോ പറയുന്നത്? സുഭദ്ര? അതെ, സുഭദ്ര തന്നെ. മാധവേട്ടനല്ലാതെ വേറൊരാളെയും ഈ ജന്മം സുഭദ്ര മംഗലം കഴിക്കില്ല. എന്റെ ഇഷ്ടമില്ലാതെയാണ് അച്ഛൻ തമ്പുരാൻ മംഗലം ഉറപ്പിച്ചത്. കാണാത്ത അറിയാത്ത ഒരാളോടൊപ്പം ജീവിതം ഹോമിക്കപ്പെടുമല്ലോ എന്ന നീറ്റലിൽ ഇരിക്കുമ്പോഴാണ് മാധവേട്ടൻ വന്നത്. തറവാട്ടിൽ തടി കൊണ്ട് അറ പണിയുന്നതിനിടയിൽ എന്റെ മനസ്സിലും ഒരു പ്രണയത്തിന്റെ മണിമാളിക നിങ്ങൾ പണി തീർത്തി. ഞാൻ പോലും അറിയാതെ എന്റെ ശ്വാസമായി നിങ്ങൾ മാറി. ഇനിയൊരു തിരിച്ചുപോക്കില്ല. മറ്റൊരാൾക്ക് നൽകാൻ ഈ സുഭദ്രയുടെ ഉള്ളിൽ ഇനി ഒന്നുമില്ല. അച്ഛൻ നമ്മളെ ഒരിക്കലും അംഗീകരിക്കില്ലെന്നറിയാം. അതുകൊണ്ട് ഈ രാത്രിയുടെ മറവിൽ
നമുക്ക് ദൂരെ എങ്ങോട്ടേക്കെങ്കിലും പോകണം. ആരുടെയും കണ്ണെത്താത്ത നമ്മുടെ സ്നേഹം മാത്രം തണലാകുന്ന ഒരിടത്തേക്ക്. മാധവേട്ടന്റെ കൈപിടിച്ച് അവിടെ നമുക്കൊരു കൊച്ചു സ്വർഗം പണിയാം. വാ സുഭദ്ര, ആരെങ്കിലും കണ്ടാൽ? എല്ലാരും നല്ല ഉറക്ക, ആരും കാണില്ല. വാ ഇതുവഴി. സുഭദ്രേ! അയ്യോ അയ്യോ, അച്ഛൻ തമ്പുരാൻ! ഞാനൊന്നും അറിയില്ലെന്ന് വിചാരിച്ചോ? തല്ലിക്കൊല്ലൂ ഈ മഹാഭാപിയെ. അയ്യോ, മാധവേട്ടനൊന്നും ചെയ്യല്ലേ, മാധവേട്ടനൊന്നും ചെയ്യല്ലേ. കൊണ്ട് കടലിൽ കളഞ്ഞേക്ക്. ഒരു കുഞ്ഞു പോലും ഇങ്ങനൊരു കാര്യം ഇവിടെ നടന്നതായി അറിയരുത്. ദിവാകര, കുറച്ചു ദിവസത്തേക്ക് സുഭദ്രയുടെ അറയിലേക്ക് ആരെയും കടത്തിവിടണ്ട. കണ്ണകലുമ്പോൾ മനം പതിയെ അകന്നോളും. മനമകലാൻ 18 അടവുകളും പയറ്റിയെങ്കിലും അദ്ദേഹം തോറ്റു. അവസാനം എൻ്റെ ശാഠ്യത്തിന് മുന്നിൽ ഒന്നും ചെയ്യാനാവാതെ മനം നൊന്ത് അദ്ദേഹവും പോയി. മാധവേട്ടനെ പ്രതീക്ഷിച്ചുള്ള കാത്തിരിപ്പിൽ വർഷങ്ങൾ കൊഴിഞ്ഞത് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തറവാട് വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ ബാല്യക്കാരിക്കൊരു കത്ത് കിട്ടിയത്. ദ്രവിച്ചു തുടങ്ങിയ ആ കത്ത് ബഷീറിൻ്റെ സ്വന്തം നാട്ടുകാരനായ കുലഞ്ഞിയോട് അഹമ്മദിൻ്റെതായിരുന്നു. സുഭദ്ര തമ്പുരാട്ടി, മാധവന്റെ കത്തുകൾക്കൊന്നും കുട്ടിയുടെ മറുപടി കിട്ടാത്തതിനാൽ അവസാന ശ്രമമാണ് ഈ കത്ത്. കടലിൽ നിന്നാണ് മാധവൻ ഞങ്ങളെ ദ്വീപുകാർക്ക് ലഭിച്ചത്. ഇവിടെ വന്നിട്ടും ബസൂരി പിടിപെട്ട് കിടന്ന സമയത്തും കുട്ടിയുടെ പേര് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു. അവനെ ഈ കുന്നിൽ മറവ് ചെയ്യണമെന്നും ഇവിടേക്ക് ഒരു നാൾ സുഭദ്ര വരുമെന്നും പറഞ്ഞാണ് അവന്റെ കണ്ണടഞ്ഞത്. മാധവൻ ആശാരിയെ മറവ് ചെയ്ത കുന്ന് ഇപ്പോൾ നാട്ടുകാർക്ക് ആശാരിക്കുന്നാണ്. അതെ, ആശാരിക്കുന്നു സുഭദ്ര തമ്പുരാട്ടിക്കായി കാത്തിരിക്കുന്നു എന്ന് കുലഞ്ഞിയോടെ അഹമ്മദ്. അങ്ങനെയാണ് ആശാരിക്കുന്നും തേടി ഞാൻ അറബിക്കടലിലെ ഈ കവരത്തി ദ്വീപിലെത്തിയത്. ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ ആ മണ്ണിൽ ചവിട്ടിയപ്പോൾ എൻ്റെ ഉള്ളുലഞ്ഞത് എന്തുകൊണ്ടാണ്. ആ കുന്നിൻ ചെരുവ് ഇളം കാറ്റേറ്റ് ഉറങ്ങുന്നത് എൻ്റെ തമ്പുരാനാണ്, എൻ്റെ മാധവൻ തമ്പുരാൻ. അവിടെ വീണ് മരിക്കാനാണ് ഞാൻ വന്നത്. പക്ഷേ നീ എന്നെ മുറിയിലാക്കിയ ശേഷം എനിക്ക് തോന്നുന്നു മരിക്കുകയല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് കാവലിരുന്ന് ജീവിക്കണമെന്ന്. ആ പ്രാണനിന്ന് അവിടെ ആ കാറ്റിലും തിരമാലകളിലും അലിഞ്ഞു നിൽപ്പുണ്ട്. ആ ഓർമ്മകളുടെ തണൽ എനിക്കിനിയും കാലങ്ങൾ കഴിയണം. ഞാൻ വരും, വീണ്ടും വരും എന്റെ തമ്പുരാനാണ്. അവിടെ ആ മണ്ണിൽ അലിഞ്ഞു ചേർന്ന് എന്റെ പ്രണയത്തെ തേടി മാധവേട്ടന്റെ സുഭദ്ര വീണ്ടും വരും പവിഴദ്വീപിലെ ആശാരിക്കുന്നിലേക്ക്. ഇനിയുള്ള കാലം എനിക്ക് തീർത്ഥാടനമാണ്, തീർത്ഥാടനം, തീർത്ഥാടനം എന്ന് സ്നേഹപൂർവം സുഭദ്ര.
ആശാരിക്കുന്നിലെ തമ്പുരാൻ. ലോക നാടക ദിനത്തിൽ ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിച്ച നാടകം സമാപിക്കുന്നു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: സുഭദ്ര ഹലീമ ബീഗം കടപ്പുറത്തിയില്ല, ബഷീർ മുഹമ്മദ് നിഷാം, മാനേജർ നസീബുദ്ദീൻ BP, സുഹറ റംസീന ബീഗം, ഓട്ടോ സാരഥി ഷെഹനാസ് ബീഗം CP, ബഷീറിന്റെ സഹോദരി BB സമിയ, അച്ഛൻ അനന്തൻ തമ്പുരാൻ ബിജു പുത്തൂർ, ദിവാകരൻ അക്ബർ MK, കുലഞ്ഞിയോട അഹമ്മദ് നസീർ KP, സുഭദ്രയുടെ ചെറുപ്പം ഫസ്ലീന ബീഗം ഉമ്പിയപുര, മാധവൻ റോജിത് PK. രചന P. സെയ്ദ് ഷെയ്ഖ് കോയ. സംവിധാനം രൂബി ബാബു. അവതരണം ആകാശവാണി കവരത്തി നിലയം.